ഹലോ ഗൈസ്, ദുഃഖവെള്ളി ആഴ്ചയായിട്ട് പള്ളിയിൽ പോകുന്ന റീലിട്ട് ഞാൻ വെറുപ്പിക്കാൻ പോവുകയാണ് നിങ്ങളെ. ഇത് ഞാൻ കറപ്പൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്, സുന്ദരനായിട്ടില്ലേ. ഇതാ ഷൂ ഒക്കെ എടുത്തിട്ടു, ബൂട്ടും ബാഗി പാൻറ്റൊക്കെ വലിച്ചു കയറ്റി. ഇത് ജിജോ ജോൺ പള്ളിക്കള്ളൻ. ഇത് എൻ്റെ കൊച്ചു വീട് ഏതൻ ഹൗസ്. അവൻ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നേരെ പള്ളിയിലേക്ക്. ഇതൊക്കെ പള്ളിയിൽ വന്ന അച്ചായന്മാരുടെ വാഹനങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പള്ളിയുടെ പിറകിലൂടെ കയറാനാണ് നമ്മുടെ പ്ലാൻ. അതാകുമ്പോൾ ആരും കാണത്തില്ല. പള്ളി കോമ്പൗണ്ട് ഫുള്ളായതുകൊണ്ട് വണ്ടിയൊക്കെ ഏതോ കാട്ടിക്കൊണ്ട് കളഞ്ഞു. പള്ളിക്ക് സമീപം നിൽക്കുന്ന ഒരു പ്ലാവാണ് കേട്ടോ, എന്താ ചക്ക. അപ്പോഴാണ് വീഡിയോ എടുക്കുന്നതിനെ കളിയാക്കിക്കൊണ്ട് രണ്ട് മണ്ടന്മാർ കിണിച്ചുകൊണ്ട് വരുന്നത്. ശേഷം പള്ളിയിലേക്ക് നടന്നു. ഇവിടെ എത്തിയപ്പോൾ കാണാൻ ഒരു കുരുത്തം കെട്ട് ഇറങ്ങി എന്തൊക്കെയാണ് കാണിക്കുന്നത്. എനിക്ക് മനസ്സിലായി ഇവനിത് എന്തിൻ്റെ കേടാണെന്ന് തോന്നുന്നു. ഈ കാണുന്നത് ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് പള്ളിയിൽ നിന്ന് മുങ്ങി കുടുംബ വീട്ടിൽ വന്ന അമ്മച്ചി ഉണ്ടാക്കിയ കിണ്ണത്തപ്പം കഴിക്കുന്ന കാഴ്ചയാണ്. ഈ ഇടയ്ക്കൊക്കെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, ആഹാ. വീണ്ടും നമ്മൾ പള്ളിയിലെത്തി. ദുഃഖവെള്ളി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ആ സമയം തന്നെ ഇവിടെ എല്ലാവർക്കും ഉള്ള കഞ്ഞിയും പയറും എല്ലാം റെഡി ആയിട്ടുണ്ട്. കഞ്ഞി കോരുമ്പോൾ ഇളക്കി കോരണമെന്ന് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1000 പേർക്കുള്ള കഞ്ഞി ഒറ്റയ്ക്ക് വിളമ്പാൻ പോവാൻ ഞാൻ. പിന്നെ നമ്മുടെ ഫോളോവേഴ്സിന് മാത്രമേ കഞ്ഞിയുള്ളതെന്നൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ താച്ചിനെ നിങ്ങൾ വിളമ്പി. എന്നാലും നമ്മുടെ ഫോളോവേഴ്സ് നമ്മളങ്ങനെ വെറുതെ വിടും. എല്ലാവർക്കും ഓരോ തവി കഞ്ഞിയൊക്കെ അധികം അങ്ങ് കൊടുത്ത് കൊണ്ടുപോയി കുടിക്കട്ടെന്നേ പിള്ളേർ. പയറ് പോയാലും പവർ വരട്ടെ. പിന്നീട് അങ്ങോട്ട് എൻ്റെ ഊഴമായിരുന്നു കേട്ടോ. കഞ്ഞിയും പയറും അച്ചാറും ചമ്മന്തിയും കൂട്ടി ഇളക്കി ഒരടി അങ്ങ് അടിച്ച്. വിശന്ന് കുടൽ കരിഞ്ഞിരുന്നിട്ടാണോ എന്നറിയില്ല, അപാര ടേസ്റ്റായിരുന്നു കേട്ടോ. കുറേ നാൾ കൂടി വയറ് നിറഞ്ഞപ്പോൾ ഉള്ള ഒരു പാവത്തിൻ്റെ കുന്തളിപ്പ് കണ്ടില്ലേ, കണ്ണ് നിറഞ്ഞു പോയി കണ്ടിട്ട്. പിന്നെ കഞ്ഞിയെല്ലാം കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് ഗൈസ് ഞങ്ങൾ. തിന്ന നെല്ലിനിടയിൽ കയറുമ്പോൾ കുത്തിക്കഴപ്പെന്ന് കേട്ടിട്ടില്ലേ, അതാണ് ഈ സംഭവം. അങ്ങനെ വീണ്ടും നമ്മൾ വാഹനം എടുത്തു തിരിച്ച് വീട്ടിലേക്ക്. അപ്പം ഇനി അടുത്ത വെറുപ്പിക്കലുമായിട്ട് വീണ്ടും വരാം ഗൈസ്. ടാറ്റാ, ബൈ ബൈ.